ഇവൻ ബാക്കിക്ക് നോക്കിയേ. മേമി നിക്കണ പോലെ നിക്ക്, മേമി ഇങ്ങനെ നിക്കൂല, ഇങ്ങനെ അതുപോലെ നിക്ക്. അപ്പോൾ ഇതെൻ്റെ വളക്കാപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ തൽക്കാല സമയം വന്നപ്പോൾ എനിക്ക് എന്തോ ഇനിയിപ്പോൾ പിന്നീട് ആലോചിച്ചിട്ടൊരു റിഗ്രറ്റ് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് കേട്ടോ അറേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നത് തലേദിവസം ഇവൻറ്റുകാർ വന്നിട്ട് ഡെക്കറേഷൻ ചെയ്തിരുന്ന കേട്ടോ. ഒരുപാട് ആർഭാടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല. ഞാനൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായി, അതുപോലെ അവർ സിമ്പിളായിട്ട് ചെയ്തിട്ട് പോയിട്ടോ. പിന്നെ എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മേക്ക് ഓവർ ബൈ ഹുസ്ന എന്ന് പറയുന്ന പേജിൽ ഹുസ്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുപാട് നാൾ ഈ വളക്കാപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായി. പക്ഷേ പിന്നെ എല്ലാം അറേഞ്ചായി പിടിച്ച് വന്നപ്പോൾ തിക്കും തിരക്കിലായി പോയിട്ടോ. ഒരു പക്ക ട്രഡീഷണൽ ലുക്കാട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലുക്കിലേക്ക് പോകുന്ന പോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു റെൻ്റൽ സ്റ്റോറിൽ നിന്ന്, ബ്രൈഡൽ വാലറ്റ് എന്ന് പറയുന്ന വടാനപ്പള്ളിയിലുള്ള റെൻ്റൽ സ്റ്റോറിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ ആക്സസറീസും കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ ഒരുങ്ങുന്ന സമയത്ത് ഏതൊക്കെയാണ് ആവശ്യം വരാൻ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇടാന്ന് കേട്ടോ വിചാരിച്ചേ. അങ്ങനെ ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ സ്റ്റൈൽ ഏത് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പത്തിന് പിന്നെ സാരി ഡ്രൈപ്പിസ്റ്റ് വന്നപ്പോൾ എന്നാൽ പിന്നെ സാരി ഉടുത്തിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാരി വന്നിട്ട് ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ ചെറിയ ഷെല്ലായിട്ട് വരുന്ന ഒരു പട്ട് സാരി തന്നെ കേട്ടോ സംഭവം. ഞാനൊരു ഷോപ്പിൽ ചുമ്മാ വെറുതെ കയറി നോക്കിയ സമയത്ത് വെറുതെ 2-3 സാരി നിവർത്തിയിട്ട് നോക്കി. അതിലെനിക്ക് ഈ കളർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അനിയത്തിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്കും ഈ കളർ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കേട്ടോ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ആദ്യം തന്നെ സാരി എടുത്തിട്ടാണ് പിന്നെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ലുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ബ്ലഡ് റെഡ് കളറുള്ള സാരി ആട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെഡ് ഈ ഇവൻറ്റിലേക്ക് പോവില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഗ്രീൻ തന്നെ എടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കി ചുട്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് വെച്ച ചുട്ടി ലുക്കിലേക്ക് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തൽക്കാലത്തിന് എൻ്റെ ഒരു കമ്മലൊക്കെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചുട്ടിയാക്കി കേട്ടോ. പിന്നെ ഔട്ട്ഫിറ്റിലേക്ക് ചേരുന്ന പോലത്തെ ഒരു നെറ്റ് ഞാൻ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായി. ഈ നെറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അവൾ ചെയ്തതാണ് കേട്ടോ. അവളുടെ ഉപ്പ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ സാരി എടുത്ത് പിടിച്ച് വന്നപ്പോൾ ഈ നെറ്റ് ഇതിലേക്ക് നന്നായി പോകും, കോൺട്രാസ്റ്റ് ഷെയ്ഡാണല്ലോ, അങ്ങനെ പോകും തോന്നിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് നിന്ന് ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ വളക്കാപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ ഒരു ലുക്കിൽ ഈ ഒരു ഇവൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാൾ പ്ലാൻ ചെയ്തതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് എല്ലാം തിക്കും തിരക്കിലായി പോയപ്പോൾ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റെഡി ആയി കഴിഞ്ഞ് പിടിച്ച് വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത ലുക്കിൽ കുറച്ച് ടെമ്പിൾ ജ്വല്ലറി അങ്ങനെയൊക്കെ ആഡഡ് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ലുക്കിൽ ഒരുങ്ങി വന്നപ്പോൾ എനിക്ക് അതിനേക്കാളും എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. മേമി നിക്കണ പോലെ നിക്ക്, മേമി നിക്കണ പോലെ നിക്ക്, മേമി ഇങ്ങനെ നിക്കൂല, ഇങ്ങനെ അതുപോലെ നിക്ക്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് വിഷ്ണു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നേ ഒരുപാട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല ഈ വൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഷൂട്ടൊക്കെ ചെയ്തത് വിഷ്ണു തന്നെയായിരുന്നു. അന്നേ കിടിലം ഫോട്ടോസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വളക്കാപ്പിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ കിടിലനായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ഇവൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റേഴ്സും സിസ്റ്ററിലോ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ.
മണിക്കൂറേ കഷ്ടി പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെയായിപ്പോൾ നമ്മൾ ഒരുപാട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഫ്ലോപ്പായി പോയൊരു കാര്യം പിന്നെ ഓൾ ഓഫ് എ സഡൻ എവിടെയെങ്കിലുമൊക്കെ ഹാപ്പനിങ് ആയിട്ട് വരും. അങ്ങനെ ഒരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു വളക്കാപ്പ് ഇവൻ്റ് എന്ന് പറയുന്നത്. എന്തിനു പറയുന്നു, ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് രാവിലെ സാരി ഡ്രൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തല കറങ്ങിയിട്ട് ഒരു 1/4 മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം ഭംഗിയായിട്ട് കഴിയുന്നു പോലും വിചാരിച്ചതല്ല. സാരി ഡ്രൈപ്പിസ്റ്റ് വന്നിട്ട് സാരി ഉടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കുറേ നേരം ഒന്ന് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നിന്നാൽ ഞാൻ എവിടെയെങ്കിലും ബോധം കിട്ട് വീഴുന്ന അറിയണോണ്ട് കോസ്റ്റ്യൂമും മേക്കപ്പ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല രാവിലെ തൊട്ട് നിന്നുകൊണ്ട് കാലിൽ ഒരുപാട് നീരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയും നിന്നിട്ട് പണിയാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് എൻ്റെ വളക്കാപ്പ് പ്രോഗ്രാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്തായാലും ഫോട്ടോസ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ.